വീണ്ടും നിക്ഷേപ തട്ടിപ്പ്. എന്താ ചെയ്യാ? എത്ര കിട്ടിയാലും പഠിക്കാത്ത മനുഷ്യര് എങ്ങനെ ജീവിക്കല്ലേ? ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ലെങ്കിൽ ആ രഘു എവിടെണ്ട പണി? മാങ്ങാട്ടൂരാ. 2 ദിവസത്തെ പണി കൂടി ഉണ്ട്. എത്ര ദിവസമായിടാ എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? നമ്മുടെ വീട്ടില് പണിയും ബാക്കി വെച്ചിട്ട് പോയതല്ലേ എങ്ങായി? മഴയും വേറെ. എന്നാ പിന്നെ ഫോണാണെങ്കിൽ വിളിച്ചാ കിട്ടണൂല. എപ്പോഴാന്റെ പണി തിരക്കല്ലേ? പേപ്പർ വേണ്ട. എന്താണ് സ്പെഷ്യൽ വാർത്തകളൊക്കെ? നാട്ടിലെ ദുരന്തം, കലികാലം, എത്ര ജീവനാ പോയില്ലേ? ആ എന്തായാലും ചായ കുടിക്കേ. അല്ലടാ, നാളത്തെ പണീൻ്റെതൊക്കെ സെറ്റല്ലേ? ആടാ, ഒക്കെ സെറ്റാണ്. ആ എന്തായാലും ഞമ്മളെ മാങ്ങാട്ടൂരെ ബാക്കി അത് തീർത്തു കൊടുത്തില്ലെങ്കിലേ. കണിയാരെ തിരക്കിലാണോ? എവിടുന്ന പറഞ്ഞേ? ആ ഞാനാ ദാസിന്റെ വീട്ടിലൊന്ന് പോയതായിരുന്നു. അതെല്ലേ, വീട്ടിലേക്കാണോ? ആ ഒന്ന് കാണായിരുന്നു. വീട്ടിലുണ്ടാവും, അങ്ങോട്ട് പോന്നോളൂ. ഡയ്യേ കണിയാരെ കാണാനല്ല, കാരണം ഓള എനിക്ക് സെറ്റായതല്ലേ. വല്ല പ്രശ്നങ്ങളുണ്ടാന്ന് അറിയാലോ. ഓടച്ചേറ്റേ. കണിയാരെ എവിടുന്ന് അത്ര ധൃതിയിലേ? ഞാനേ ആ ദാസന്റെ വീട്ടിലേക്കൊന്ന് പോയതാ. അവന്റെ മകനക്ക് എന്താ കല്യാണക്കാരൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടേ എന്തെങ്കിലും ദോഷം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചതായിരുന്നു. അപ്പൊ അതൊന്ന് പ്രശ്നം വെക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്നിട്ട് നോക്കിയില്ലേ? നല്ല ദോഷം ഉണ്ടാ? ആ ചെക്കൻ ഫുൾ ടൈം കള്ളും കഞ്ചാവാ. ഇവനക്കൊക്കെ പിന്നെ എങ്ങനെ പെണ്ണിട്ടാനാ? ആ പോണ ചെക്കന് ഇവനക്കൊക്കെ പിന്നെ ആര് പെണ്ണെടുക്കാനാ? അതന്നെ. ഏതായാലും വീട്ടിൽ പോയതല്ലേ വെച്ചിട്ട് ആ ചെക്കന് കരയെ കെട്ട തകടൊക്കെ കൊടുത്തിട്ടാ പോന്നത്. ഓനക്കിനി വലിക്കണമെങ്കിൽ പേപ്പർ ചുരുട്ടേണ്ട ആവശ്യമില്ലല്ലോ. ആരേന്നാ തകിട് എടുത്തിട്ട് വലിച്ചിട്ട് അവിടെ തന്നെ വെക്കാലോ. അതന്നെ നല്ല കഥ. എന്താ ചെയ്യാ? ഹലോ, എവിടെ? വീട്ടിലാണോ? ആ എന്തൊക്കെയുണ്ട്? മംഗല്യഭാഗ്യം കാണുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്നോട് അപ്പളും പറഞ്ഞല്ലേ എന്തോ പ്രശ്നമുണ്ടെന്ന്. വന്ന് നന്നായില്ലേ? എന്തെങ്കിലും പരിഹാരം ഉണ്ടോ കണിയാരെ? കൂട്ടുകാർ തമ്മിൽ വാഴില്ല. ഇത് നടക്കില്ല. തപ്പുണ്ടായത് വേറെ പരിഹാരം? ഒരു പരിഹാരം ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല. ഇയാളെ ആള് ശരിയല്ലേ. ഈട് പോന്നെ പോരെ പോരെ. എന്നാലും 1-ാം തീയതി ആയിട്ട് കൈനീട്ടൊന്നും ഇല്ലേ? ഇന്ന് ബീവറേജ് അടവാ. ആൾക്കാരെ പറ്റിക്ക് ഓരോ ഇടപാട്.
പതുക്കെ കുടിക്കൂ കൊച്ചാ. കുഴപ്പമില്ല. അച്ഛല്ലേ അവിടെ? അച്ഛാ, എന്താ മോളെ? പെൻഷൻ പണമൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ ഉടനെ തന്നെ തന്നു തീർത്തോളം എല്ലാം. ഓ കിളവാ, 2 ദിവസം കഴിഞ്ഞാൽ വരും. പലിശക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ പലിശക്കുള്ള മുതലേ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതാ, എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഹലോ. നമുക്ക് പുറത്തു പോയാലോ? ഇപ്പോഴോ? ഒന്ന് കറങ്ങിയടിച്ചു വരാം. അച്ഛനൊന്നും ഉറങ്ങിയിട്ടില്ല. അതൊന്നും സാരല്ല, നീ വാ. ഗേറ്റ് അടച്ചു. എന്നാ മതില് ചാടിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ഞാനാ? ആ, മതില് ചാടാനോ? പിന്നല്ലാതെ, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ആരുമില്ലേ? ദാ വരുന്നു. ആ സുധിയേട്ടാ. അച്ഛല്ലേ? സുധിയേട്ടൻ കയറി ഇരിക്കേ, ഞാൻ അച്ഛനെ വിളിക്കാം. ആ സുധിയോ, എന്തായി മോനെ എൻ്റെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ? പെൻഷൻ തരാൻ വേണ്ടി വന്നാ ഞാൻ. മുടങ്ങിക്കിടക്കണ എല്ലാ പെൻഷനും ഉണ്ടാവുമോ? എല്ലാം വന്നിട്ടില്ല, 1 മാസത്തേ ഉള്ളൂ. ഉം. ബാക്കി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ആ അതിനുശേഷമേ ബാക്കി റെഡി ആവുള്ളൂ. ഇതാ ഒരു ഉപ്പ് വേണമായിരുന്നു. ഓക്കെ, ആ ശരി. ശരി. ഇത് മോളെ മുടങ്ങിക്കിടക്കണ പെൻഷൻ പണമൊന്നുമില്ല. ഇതുകൊണ്ടാച്ചെങ്കിൽ പലിശക്കാരന് കൊടുക്കാനുള്ള പൈസ തേയുമില്ല. നമുക്ക് ഈ പണം കൊണ്ട് കടക്കാരൻ്റെ പറ്റങ്ങൾ തീർക്കാം. ആരായിട്ടാ സുന്ദരി? നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെ ഒരു സ്വപ്നം. ഏട്ടന് കവിതയൊക്കെ വരുന്നുണ്ടല്ലോ, എന്ത് പറ്റിയ സ്വപ്നത്തിന്? പെട്ടെന്ന് മറന്നുപോയി. ഇത്ര കൊല്ലായിട്ടും നിന്റെ തൃശ്ശൂർ ഭാഷ മാറിയില്ലല്ലോ. കയ്യൊന്ന് വിട്ടാ അതൊക്കെ മാറിക്കോളൂ. നിന്റെ ഈ നുണക്കുഴി ഉണ്ടല്ലോ, കല്യാണം കഴിയട്ടെ. ഇതെങ്ങനെയുണ്ട് നോക്കിയേ. അരസണ്ടല്ലോ. ഇന്നത്തോടുകൂടി നിർത്തിക്കോ നിന്റെ അഴിഞ്ഞാട്ടോ. നീയും നിർത്തിക്കോ. ഇങ്ങോട്ട് വാടി, നിനക്കുള്ള ഞാൻ വീട്ടിൽ നിന്ന് തരാടി.
അവിടെ ഒരു മറ്റേടത്ത പ്രേമം. ഇറങ്ങിക്കോ, ഇങ്ങോട്ട് നടക്കടി. ഏട്ടാ ഇവളോട് ഇന്നത്തോടുകൂടി അരിഞ്ഞാടം നിർത്തിക്കോളാൻ പറഞ്ഞോ? രണ്ടുപേരും കുറെ ദിവസമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഇനി നീ അവളോട് സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. മോളെ, എന്നും ഒരേപോലെ ആവില്ല. മനുഷ്യരല്ലേ, ഇഷ്ടങ്ങൾ മാറി വരും. പലർക്കും ഇഷ്ടങ്ങൾ അവരാവശ്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ അവരെല്ലാം മറക്കും. നീ എൻ്റെ മോളായി പോയില്ലേ? നിന്നെ ആപത്തിലേക്ക് തള്ളിവിടാൻ അച്ഛന് പറ്റുമോ? അച്ഛന് പറ്റുമോ മോളെ? മോൾ അവനെ ഒന്ന് വിളിച്ചു പറയും, ഇനി വിളിക്കരുതെന്നും കാണരുതെന്നൊക്കെ. മോൾക്ക് ഞാനൊരു ചക്കര കണ്ടുവച്ചിട്ടുണ്ട്, ഗൾഫേരനാ. വാട്സപ്പിലേക്ക് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ചെക്കൻ്റെ. നോക്കി പറയും. അച്ഛാ ഹലോ. ആ, എന്താ എൻ്റെ ശബ്ദത്തിലൊരു മാറ്റം? ഒന്നുമില്ല. ഓ നിന്നെ തല്ലിയ? നമുക്കെല്ലാം മറക്കാം. ഇനി നീ എന്നെ വിളിക്കരുത്, എന്നെ കാണാനും വരണ്ട. ഹലോ ഹലോ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിനു ശേഷം വീണ്ടും. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിനു ശേഷം വീണ്ടും ശ്രമിക്കുക. എന്താടാ നവാസേ, ഓളെന്നെ തേച്ചടാ. അതിനെന്തുണ്ടായി? ഈ ഒന്ന് വിളിച്ചോക്ക്. 2 തവണ വിളിച്ചടാ, ഓള് ഫോൺ എടുക്കണില്ല. ഞാൻ ദേ വരുന്നേ. മക്കളെ പോയിട്ട് വരാട്ടാ. ഓളെന്നെ തേച്ചടാ. നമ്മള് പെയിന്റ് പണിക്കാരായോണ്ടായിരിക്കും. തേച്ചവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനാണോ ഈ ഇവിടെ ജീവിക്കുന്നത്? തേച്ചിട്ട് പോയത് അവളാണെങ്കിലും ഏത് ചങ്കാണെങ്കിലും ചത്തിട്ടില്ലെങ്കിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം. വാടാ. ഈ രാമേട്ടന്റെ മോളെ തോന്നും. ഓളാകുമ്പോ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും.
അന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിളിക്കരുതെന്നും എന്നെ കാണാൻ വരരുതെന്നും. പിന്നെ ഈ എന്തിനാ വന്നേ? അന്നെ കാണാനല്ല വന്നത്, അന്റെ ഏട്ടനെ കാണാനാ. അവനെ വിളിക്കുക. നിന്നോടുള്ള മേലൊക്കെ ഇവിടെ കയറി വരണ്ടാന്ന് പറഞ്ഞേ, പിന്നെ നീ വീണ്ടും വന്നേ. ഓളെ കാണാൻ വന്നതല്ല, അന്നെ കാണാനാ. അന്ന് നീ തല്ലിയപ്പോ ഞാൻ കൊണ്ടുനിന്നു. നാളെ നീ എന്റെ അളിയനാവെന്ന് വിചാരിച്ചിട്ടാ. ഇനി നമുക്ക് ആ കടം വേണ്ട. ഇനി രാമേട്ടന്റെ മോളെ നോക്കാം. ഇനി അവളെ ഫോട്ടോ വീഡിയോ ഒക്കെ മൊബൈൽ വെച്ചിട്ട് എന്താ കാര്യല്ലേ? ഫോണിനെങ്കിലും ഒരു സമാധാനം ആയിക്കോട്ടെ. രാമേട്ടനായിട്ട് സംസാരിക്കാൻ നീയും കൂടി വായു. ഏയ് ഒന്നുമില്ല. നാളെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോവാ. അപ്പൊ അറിയാലോ പെൻഷനൊക്കെ മുടങ്ങി കിടക്കല്ലേ. അപ്പൊ അതിന്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കേടാ. ആ ശരി, ആ കാണാം. ഓക്കെ. പോട്ടെ. ജലീലേ, ആ രാമേട്ടാ. എന്റെ മോളെട്ട് കണ്ടിരുന്നോ ഇവിടെ എവിടെങ്കിലും? ഇല്ലല്ലോ. ആ രാമേട്ടാ, നിങ്ങളെ വീടിന്റെ അവിടേക്ക് ഒരു പലിശക്കാരൻ പോയിരുന്നല്ലോ. പലിശക്കാരോ? അല്ലടാ, ആ പലിശക്കാരത് നമ്മൾ അവിടുന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതൊരു വിഷയമുണ്ടല്ലോ അല്ലേ? എന്താ ഇനി അവരാവോ? ഇനി അതും സംശയമുണ്ട്. എന്താണെന്നൊരു പിടുത്തൂല്ലാതല്ലേ പോ. രാമേട്ടൻ്റെ മോളെ പറ്റിയിട്ട് ഒരു വിവരമില്ലല്ലേ? ഈ നോക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ എങ്ങനെയാണല്ലോ. 2 ദിവസമായി. എന്താലേ? അതും എനക്ക് യോഗമില്ലാണ്ടായില്ലേ? പന്നിയോട് ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയേ. പെണ്ണിനെ കിടത്തി ഇവിടെ വന്നിരിക്കല്ലേ? നോക്കി നടക്കായിരുന്നു. എവിടെടാ പെണ്ണ്? ഏത് പെണ്ണാ? അറിയില്ലല്ലോടാ. ഞാൻ നോക്കിക്കോളാം. എന്തിനാണ് തമ്മി തല്ലി ചാവുന്നത്? മറ്റേ പെണ്ണല്ലേ വരുന്നേ? പോയി തല്ലടാ.
ഇവന്റെ മീറ്റിംഗ് ഇതായിരുന്നോടാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛ അവളല്ല, ഞാൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോ എന്നെ തന്തല്ലേ അവിടെ? ഇന്ന് രാത്രി ഞാൻ വരും. മുതലും പലിശന്റെ ഉള്ളം കൈ വെച്ചില്ലെങ്കിൽ കൊണ്ടവാള് ഞാൻ കൊണ്ടുപോകും. പറഞ്ഞേക്ക് കിളവനോട്. മോള് ഒരുങ്ങിയിരുന്നു. അശോക, ഇന്ന് രാത്രി ഉറക്കൊഴുക്കാൻ റെഡിയാക്കും. അച്ഛാ ഞങ്ങളോട് ക്ഷമിക്കണം. ഇതിപ്പോ എന്റെയും കൂടി അച്ഛനാ. എന്നാടാ നിന്റെ പൈസ? ഇനി മേലാലും ഞങ്ങളുടെ വീടിനോ പരിസരത്തോ കണ്ടാല് നിന്റെ മോന്തടിച്ചു പൊട്ടിക്കും നായേ. മനസ്സിലായടാ? വാ അച്ഛാ. അനക്കിപ്പോ സമാധാനായില്ലേ? വാ. ഞാൻ ഉദ്ദേശിച്ചതല്ലടാ കിട്ടിയത്. നവാസേ, ഓനിപ്പോ എങ്ങനെയാ അവളെ കൊണ്ടു? അത് ശരിയാണല്ലോ. അല്ലടാ സുധിയെ, ഈ എങ്ങനെ ഓളെ കൊണ്ടുപോയത്? ഇന്നലെ പെയ്ത മഴയില്ലേ, അത് ഞങ്ങൾക്കുള്ള. ഓള് ഓന്റെ കൂടിയും പോയി, ഇവള് ഇവന്റെ കൂടിയും പോയി. ഈ മുഞ്ചിയില്ലേ? ആര് തേച്ചാലും പോയാലും ഞാനുണ്ടാ അനക്ക്. ഈ എന്റെ ചങ്കല്ലേ.